എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകളുടെ തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ടുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ വരാൻ പോകുന്ന പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്, അതുവഴി നിങ്ങൾ ആദ്യ റാങ്കുകൾ എങ്ങനെ കരസ്ഥമാക്കാം എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കേരള PSC നടത്തുന്ന വിവിധ മത്സര പരീക്ഷകളിലെ ഡിഗ്രി ലെവൽ നിലവാരത്തിലെ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ. അതായത് 3000-ഓളം നിയമനങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ. നമ്മളിപ്പോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയാണെങ്കിൽ ഒരു പരമാവധി 1000 നിയമനങ്ങൾ വരെയൊക്കെ പോത്തുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 തസ്തികകളിലായിട്ട് ഏകദേശം 3000-ഓളം അഡ്വൈസുകൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന, എല്ലാവർക്കും പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷയുള്ള ഒരു തസ്തികയാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ. അപ്പൊ നമ്മുടെ മുമ്പില് ഈ 2025, 2026 കാലഘട്ടം എന്ന് പറഞ്ഞാല് എല്ലാം, അതായത് ഇപ്പം ഡിഗ്രി ലെവൽ ആണെങ്കിലും +2 ലെവൽ ആണെങ്കിലും 10th ലെവൽ ആണെങ്കിലും നിങ്ങൾക്ക് വലിയ അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു അവസരം അടുത്ത ഒരു 3 വർഷത്തേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരുത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും 2025, 2026 നമ്മുടെ മുമ്പിൽ വന്ന ഈ ഇത്തരത്തിലെ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ അടിച്ചെടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം 3 വർഷത്തിന് ശേഷം മാത്രമായിരിക്കും ഇതുപോലെ ഒരു സുവർണ അവസരം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട്, വളരെ ഭംഗിയായിട്ട് ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ 100-നകത്തോ 500-നകത്തോ 1000-നകത്തോ വന്നാൽ പോലും നമുക്ക് നിയമനം പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിക്കണം. സോ നിങ്ങളുടെ പ്ലാൻ പദ്ധതികൾ എല്ലാം സുഗമമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവണം, നമ്മൾ എഴുതാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കകത്ത് വരുന്ന പ്രധാനപ്പെട്ട തസ്തികകൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ വരുന്നുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ, എക്സൈസ് ഇൻസ്പെക്ടർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന SI, നമ്മൾ അപ്ലൈ ചെയ്ത് മാറിയ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പരീക്ഷ, അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു തസ്തിക നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു സമാനതകളില്ലാതെ ഒരു വലിയ ഒരു സാധ്യതയാണ് നമ്മുടെ മുമ്പിലെ ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾക്ക് PSC തുറന്നു വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി ഓരോ ദിവസങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 2025, 2026 കാലഘട്ടം ഒരു ഡിഗ്രി ലെവൽ ജോലി നേടിയ ഒരു കാലഘട്ടമായിട്ട് നമ്മുടെ ജീവിത ചരിത്രം രേഖപ്പെടുത്തും. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുക. മക്കളെ, നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 382/2025 എന്നുള്ളതാണ്. നമ്മുടെ KSFE ഉൾപ്പെടെയുള്ള ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന വിവിധ കമ്പനി ബോർഡുകളിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ. മറന്നു പോകണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തുളസി കേരള PSC തുളസി പ്രൊഫൈലിനകത്തേക്ക് കടന്നുപോയിട്ട് എത്രയും പെട്ടെന്ന് 382/2025 എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഏതെങ്കിലും ഒരു ഡിഗ്രി മതി, അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2/1/1989 മുതൽ 1/1/2007 വരെ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ OBC കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് 3 വർഷത്തെ ഇളവുണ്ട്. അതേപോലെ SC ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ നിന്നും 5 വർഷത്തെ ഇളവുണ്ടെന്നുള്ള കാര്യമെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇനി മറ്റ്
മറ്റൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ KSRTC ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷയാണ്. ഇതുകൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആ ഒരു നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാല് 383/2025 ആണ്. ഇനിയും അപ്ലൈ ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 19/11/2025 ആണ്. നിങ്ങൾ കാത്തിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് പഠനം ആരംഭിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് പറഞ്ഞാൽ, മക്കളെ, നമ്മുടെ കഴിഞ്ഞ 5 വർഷത്തെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നമ്മൾ പ്രിലിംസ് പരീക്ഷ എഴുതാറുണ്ട്, മെയിൻസിന്റെ പരീക്ഷ എഴുതാറുണ്ട്. ആ 5 വർഷങ്ങൾക്കകത്ത് വന്ന പ്രിലിംസിന്റെ പരീക്ഷയിൽ വന്ന കട്ട് ഓഫുകൾ നമുക്ക് ഓടിച്ചിട്ട് നോക്കാം. നോക്കിക്കോ. 2021 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് 47.56. 2022 നമ്മൾ അവസാനമായിട്ട് നടന്ന, അപ്പൊ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ റാങ്ക് ലിസ്റ്റിനകത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 39-37 ആയിരുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് 50 ആയിരുന്നു. കാരണം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവായിരുന്നു. എന്നിട്ട് പോലും 50 വന്നുള്ളൂ കട്ട് ഓഫ് എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ നമ്മുടെ LSGS സെക്രട്ടറിയുടെ പരീക്ഷയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 49.73 ആയിരുന്നു കട്ട് ഓഫ്. നിങ്ങൾ ആലോചിച്ചോണം. വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ KS കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് LSGS സെക്രട്ടറി എന്ന് പറയുന്ന പരീക്ഷ. അവിടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് നോക്കിക്കേ 49.73 ആയിരുന്നു. അതേപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ പരീക്ഷ എഴുതി മാറി, മെയിൻസ് എഴുതി. അതേപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, അവിടുത്തെ നമ്മുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് നോക്കിക്കേടാ 46.76 ആയിരുന്നു കട്ട് ഓഫ്. കണ്ടോ? അപ്പൊ നമുക്ക് കഴിഞ്ഞ 2021 മുതൽ 2025 വരെയുള്ള കാലയളവിലെ വിവിധ തസ്തികകളിൽ നടന്ന പ്രിലിംസിന്റെ പരീക്ഷയിലെ കട്ട് ഓഫ് 50 മുകളിലേക്ക് എവിടെയും പോയിട്ടില്ല. മാക്സിമം 50 ആണ് വന്നിരിക്കുന്നത്, അല്ലെ? അതിനൊക്കെ മേപ്പോട്ട് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് 2026 നടക്കാൻ പോകുന്ന നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷ, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷയുടെ കട്ട് ഓഫ്, പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാല് ഒരു 50-നകത്തല്ലേ നിൽക്കത്തുള്ളൂ. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ മാത്രം കുറച്ചുകൂടി ഉയർന്നു പോകും. ഒരു 50-52 ആ ഒരു റേഞ്ചിനകത്ത് പ്രതീക്ഷിക്കാം. അപ്പോഴും നമ്മൾ വീണ്ടും എടുത്തു പറയുന്നു, പരീക്ഷ നടക്കുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു പറയുന്നു, ഏകദേശം ഇതിന്റെ ഒരു പാറ്റേൺ നമ്മൾ ആവർത്തിക്കുന്നു. വീണ്ടും നമ്മൾ പറയുന്നു 50-നകത്ത് കട്ട് ഓഫ് നിൽക്കും. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ സിലബസിനകത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 50 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിലിംസിന്റെ പരീക്ഷയിലെ ക്ലിയർ ആവും എന്നുള്ളതാണ് വസ്തുത. സോ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം. ഇനി നമുക്ക് ഈ പ്രിലിംസിന്റെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഏകദേശം ഐഡിയ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കടന്നുപോയ നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകളുടെ ഒന്ന് ഏകദേശ കട്ട് ഓഫ് നോക്കാം. ഇതാണ്ടേ, നോക്കിക്കേ. അതായത് KSRTC ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ അസിസ്റ്റന്റ്, അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബാക്കിയായിട്ട് വരും, നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതാണ്. അവിടെ കഴിഞ്ഞ തവണ വന്ന മെയിൻസിന്റെ കട്ട് ഓഫ് ശ്രദ്ധിക്കുക. എത്രയായിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ്? 53.67 ആയിരുന്നു. ശ്രദ്ധിച്ചോണം. അങ്ങനെ 53.67 കട്ട് ഓഫ് വെച്ചിട്ട് റാങ്ക് ലിസ്റ്റിനകത്ത് വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം, മെയിൻ ലിസ്റ്റിനകത്ത് വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 1734 ആണ്. നിലവിലെ 806 അഡ്വൈസുകൾ പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഓപ്പൺ കാറ്റഗറിയിൽ വന്ന ഉദ്യോഗാർത്ഥി, അതായത് 822 വന്ന ഉദ്യോഗാർത്ഥിക്ക് നിയമനം അല്ലെങ്കിൽ അഡ്വൈസ് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനിയും നിങ്ങളുടെ റാങ്ക് ഒരു 1000 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിയമനം കിട്ടിയിരുന്നേനെ. അവസാനമായിട്ട് അഡ്വൈസ് പോയത് ഈ മാസം
17-ാം തീയതി ആയിരുന്നു, അതായത് ഒക്ടോബർ 17-ാം തീയതി ആയിരുന്നു അവസാനമായിട്ട് അഡ്വൈസ് പോയത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ ഉണ്ടാകണം. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 29/1/2024 സ്വാഭാവികമായിട്ടും ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 29/1/2027 ആകുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. സോ 2026 എന്ന് പറയുന്ന ഒരു ഫുൾ വർഷം നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതായത് നമ്മുടെ മുമ്പിൽ ഏകദേശം ഒരു 12, 3, 15 മാസം കൂടി നമ്മുടെ മുമ്പിൽ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇനിയും എത്രത്തോളം അഡ്വൈസുകൾ പോകാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാധ്യതയാണ് നിങ്ങൾക്ക്. സാധാരണ പരീക്ഷകൾ പോലെയല്ല. നിങ്ങളുടെ റാങ്ക് കുറച്ച് മോശമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിയമനം കിട്ടും എന്നുള്ളതാണ് വസ്തുത. 1000 ആയി പോയി റാങ്ക്, എന്നാലും കിട്ടും നിയമനം. അതാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകളുടെ ആ ഒരു പ്രത്യേകത. ഇനി നമ്മൾ KSFE, KSCB പോലെയുള്ള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ ബോർഡ് അല്ലെങ്കിൽ കമ്പനികളിലെ 2022 നമ്മുടെ നോട്ടിഫിക്കേഷൻ, നിലവിലെ നമ്മുടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ, അതായത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇത്തവണ വന്ന ആദ്യത്തെ നോട്ടിഫിക്കേഷൻ, അതിലെ മെയിൻസിന് വന്ന കട്ട് ഓഫ് വെറും 43.33 ആയിരുന്നു. വെറും 43.33 ആയിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. റാങ്ക് ലിസ്റ്റ് 13/3/2024 വന്നത്. 13/3/2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരും. അതിനുവേണ്ടിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 3763 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 1647 പേർക്ക് നിയമനം കൊടുത്തിരിക്കുകയാണ്, അഡ്വൈസ് പോയിരിക്കുകയാണ്. ഓപ്പൺ കാറ്റഗറിയിൽ വന്ന 1332 നിൽക്കുന്ന ഓപ്പൺ കാറ്റഗറിയിൽ വന്ന ഉദ്യോഗാർത്ഥിക്കും അഡ്വൈസ് പോയിരിക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ ഇനിയും ഒരു 1500 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ജോലി കിട്ടുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ KSFE, KSCB പോലെയുള്ള ആ ഒരു അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് കുറച്ചുകൂടി വലിയ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. KSRTC ഉൾപ്പെടെയുള്ള രണ്ടാമത്തെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവിടെ നിങ്ങൾക്ക് കുറച്ച് അഡ്വൈസുകൾ കുറവാണെങ്കിലും റാങ്ക് വളരെ മോശമാണെങ്കിൽ പോലും, കുറച്ച് താഴെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിയമനം കിട്ടുമെന്നുള്ള കാര്യത്തില് തർക്കമില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ സാധ്യതയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പഠിക്കണം. ഇപ്പൊ ചെറിയ മാർക്കിനൊക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിലെ ചെറിയ മാർക്കിന് നമുക്ക് ആ ഒരു പരീക്ഷ നമ്മുടെ കയ്യിൽ നിന്ന് പോയ ഉദ്യോഗാർത്ഥികളുണ്ട്. നിങ്ങൾ ആശങ്കപ്പെടേണ്ട, ഇത് ഒരു സാഹചര്യം ഇനിയില്ല. നിങ്ങളുടെ മുമ്പിലേക്ക് വലിയൊരു സാധ്യതയാണ് കേരള PSC തുറന്നു വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഇനി നമ്മൾ വരാൻ പോകുന്ന പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നത്, നമുക്കിപ്പോ ഒരു ഏകദേശ ഐഡിയ കിട്ടി. എത്ര മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിന്റെ പരീക്ഷ ക്ലിയർ ആവും, എത്ര മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മെയിൻസിന്റെ പരീക്ഷ ക്ലിയർ ആകും എന്നുള്ള കാര്യത്തില് നിങ്ങൾക്കൊരു ഏകദേശ ഐഡിയ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സിലബസിന്റെ ഹാർഡ് കോപ്പി എടുക്കുക. പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാത്സ് 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മാത്രം 50 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ ഏതെങ്കിലും 1-2 വിഷയങ്ങൾ കൂടി നിങ്ങൾ ചേർത്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പ്രിലിംസിന്റെ പരീക്ഷ ക്ലിയർ ചെയ്യുവാൻ സാധിക്കും. സോ അതുകൊണ്ട് ആ പ്രിലിംസിന്റെ പരീക്ഷയുടെ സിലബസ് എടുത്ത് കയ്യിൽ വെക്കുക, അതിന്റെ ഹാർഡ് കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക. മെയിൻസ് പരീക്ഷയുടെ സിലബസിന്റെ ഹാർഡ് കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക. ഇത് രണ്ടിന്റെയും സിലബസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു ഫ്രീ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നും നിങ്ങൾക്ക് വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മാറ്റങ്ങൾ വന്ന് ഇങ്ങനത്തെ പരീക്ഷകൾ നടക്കുന്നത് 2021 മുതലാണ്. 2021 മുതൽ 2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരെയുള്ള വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രിലിംസിന്റെ പരീക്ഷ ക്ലിയർ ചെയ്യുവാൻ സാധിക്കും. കാരണം
2021 മുതൽ 2025 വരെയുള്ള ചോദ്യപേപ്പർ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഹോട്ട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അത്തരം മേഖലകളും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ പോലും പ്രിലിംസിന്റെ പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യുവാൻ സാധിക്കും. സിമ്പിൾ ആണ്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കേണ്ടത് അനിവാര്യതയാണ്, അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ സിലബസിന്റെ ഹാർഡ് കോപ്പി എടുക്കുക. 2021 മുതൽ 2025 വരെയുള്ള വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ നടന്നുപോയ ചോദ്യപേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് അത്തരം കണക്റ്റഡ് ഫാക്ട്സുകൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. മറന്നു പോകരുത്. അതേപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനുള്ള പ്രാധാന്യം ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. നിങ്ങൾ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ 50 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിൽ വലിയ അപ്ഡേറ്റുകൾ ഇല്ലാതെ നിങ്ങൾ മെയിൻസിന്റെ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിലവിലെ സിലബസ് പ്രകാരം 30 മാർക്കാണ്. എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യും. എന്നിരുന്നാൽ പോലും നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അവിടെ നിങ്ങൾ പഠിക്കുന്ന കാര്യം തന്നെ മെയിൻസിന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഇത്തരത്തിലെ ഡെയിലി റൂട്ടീൻ അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ടൈം മാനേജ്മെന്റ് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതുപോലെ കൃത്യമായ റിവിഷൻ നടത്തണം. കൃത്യമായി ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് മാത്രമേ പഠിക്കാവുള്ളൂ. ഒരു ദിവസം നിങ്ങൾ 1 മണിക്കൂർ സമയമാണ് പഠിക്കുന്നെങ്കിൽ പോലും അവിടെ കൃത്യമായി ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് അതിനെയാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ നടത്തുക. കറണ്ട് അഫയേഴ്സ് സെക്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചുകൊണ്ട് പോകണം ഓരോ ദിവസങ്ങളും. സോ വലിയ ഒരു പ്രതീക്ഷയോടുകൂടി ഇത്തരത്തിലെ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നിങ്ങളുടെ കയ്യിലിരിക്കും. അതിനിടയിൽ നിങ്ങൾ ഓരോ ആഴ്ചകളിലും മോക്ക് എക്സാമുകൾ കൂടി എഴുതി വേണം മുമ്പോട്ട് പോകുക. സോ ഇത്തരത്തിലെ ഒരു പ്ലാനിങ്ങോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ഒരു പ്ലാനിങ്ങോടുകൂടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് മുമ്പോട്ട് പോകുവാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങളിൽ ചില ആളുകൾ ജോലി ചെയ്യുന്നവരായിരിക്കും. ആ ജോലിക്കിടയിൽ സ്വാഭാവികമായിട്ട് സമയം കണ്ടെത്തി പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെ 2021 മുതൽ 2025 വരെയുള്ള ചോദ്യപേപ്പർ തേടി പോവുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ ഇത്തരത്തില് ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് നമ്മുടെ പുതിയ ബാച്ചുകൾ CCയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പറയുന്നത് പോലെ സിലബസ് പ്രകാരം 2021 മുതൽ 2025 വരെ വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ ചോദിച്ചു പോയ ചോദ്യങ്ങൾ അനലൈസ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തി ആ ഭാഗങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് നിങ്ങളെ അധ്യാപകര് ലൈവിൽ പഠിപ്പിക്കും. അതിനുശേഷം പിന്നീട് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവിടെ ഓൾറെഡി 2021 മുതൽ 2025 വരെയുള്ള ചോദ്യപേപ്പറിന്റെ എക്സ്പ്ലനേഷനും കണക്റ്റഡ് ഫാക്ട്സും അവിടെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് നമ്മൾ പറഞ്ഞ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വലിയ പ്രാധാന്യം നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. പരീക്ഷ വരെയും ഉണ്ടാകും. അത് നിങ്ങളുടെ മെയിൻസിന്റെ പരീക്ഷ നിങ്ങൾ എപ്പോഴാണോ എക്സാം ഹാളിൽ പോകുന്നത് അതുവരെയും മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വലിയ പ്രാധാന്യം ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു തർക്കവും വേണ്ട നിങ്ങൾക്ക്. അതിനുശേഷം കൃത്യമായിട്ട് നിങ്ങൾ ടൈം മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ടൈം ടേബിൾ ആയിരിക്കും ഇവിടെ മെന്റർ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഓരോ ദിവസങ്ങളും നിങ്ങൾ എന്താണോ പഠിക്കേണ്ടത് അതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടോ ഉദ്യോഗാർത്ഥി എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സിലബസിനകത്ത് കൃത്യമായിട്ട് ഈ റിവിഷൻ ഉൾപ്പെടുത്തുന്നത്. അത് ഓരോ ആഴ്ചകൾ കഴിയുമ്പോഴും നമ്മൾ റിവിഷന് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇതിനിടയിലെ മോക്ക് എക്സാമുകൾ കൂടി നിങ്ങളെ എഴുതിപ്പിക്കും. സോ ഇത്തരത്തിലെ വലിയ ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള, അതായത് വലിയ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പുതിയ ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലെ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുവാൻ നിങ്ങൾക്ക് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ 2026 എഴുതാൻ പോകുന്ന ഈ പ്രധാനപ്പെട്ട പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മാനസികമായിട്ട് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇത്തരത്തിലെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ 2025, 2026 കാലഘട്ടം ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയ ഒരു
ഒരു കാലഘട്ടമായി ചരിത്രം രേഖപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye.